തല്ലുകൊണ്ട് ഇവിടെ കിടന്ന് ചാവണ്ടേക്ക് എഴുന്നേറ്റ് പൊയ്ക്കോടാ. ഒരു സ്നേഹം പുതുക്കാൻ വന്നേക്കുന്നു. ഞാൻ പോവില്ല. എനിക്ക് ഏട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ടടാ. നീ വാ തുറന്നാലേ നുണേ പറയത്തുള്ളൂ. അത് വീട്ടിൽ നിൽക്കുന്ന പെണ്ണുങ്ങളാ ശ്രദ്ധിക്കേണ്ടത്. ഭാമയ്ക്ക് അതൊക്കെ ശ്രദ്ധിക്കാൻ എവിടുന്ന് ആ സമയം? പൊന്നിക്കാണെ പിന്നെ പിടിപ്പത് പണിയല്ലയോ. പിന്നെ ഞാൻ ഇത് കണ്ടോണ്ട് ജയിക്കുക. അത് കണ്ടില്ലേ? അതോട് തൂത്ത് മാറ്റിയേ. അത് 4 ആള് കൂടുമ്പോഴേ കുറ്റവും കുറവും പറയാൻ വരുന്നവരെ കണ്ണെത്തുന്നതേ അതും അച്ഛന്റെ മേളിലും ഇതുപോലെ ഇറമ്പത്തും ഒക്കെ ആയിരിക്കും. അത് പറയുന്നവർക്കൊരു സുഖമാ. ആ സുഖേ എന്റെ വീട്ടിൽ വേണ്ട. ചേട്ടാ, ഞാൻ ചേട്ടാ ആരാ മനസ്സിലായില്ലല്ലോ. ചേട്ടാ, ഞാൻ ചേട്ടന്റെ സ്വന്തം അനിയനാ. ഒരച്ഛന്റെ മക്കൾ, സ്വന്തം ചോര. ഞാൻ മരിച്ച ചേട്ടനും ചേട്ടൻ മരിച്ച ഞാനും അരിയും പൂവിട്ട് പ്രാർത്ഥിക്കാനും ബലികർമ്മങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കാനും അവകാശമുള്ളവർ. ആഹാ, ഇത്രേ കാര്യം നീ ആന്നോടാ എന്റെ കുടുംബം കുട്ടിച്ചോറാക്കിയിട്ട് കടന്നു കളഞ്ഞേ. ഇക്കാലം ദ്രോഹം മുഴുവൻ എന്നോട് ചെയ്തപ്പോഴേ ഇതൊന്നും നിന്റെ മനസ്സിലേക്ക് വന്നില്ലായിരുന്നല്ലേ? രക്തബന്ധത്തിന്റെയും അരിയും പൂവും നനച്ചിടുന്നതിന്റെ അവകാശങ്ങളൊക്കെ പറഞ്ഞല്ലോ നീ ഇപ്പം. ഇതല്ല ഇപ്പോഴാണോ നീ മനസ്സിലാക്കിയേ? ചേട്ടാ, ചേട്ടൻ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. അതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി. വെട്ടിപ്പിടിച്ചതല്ല ഞാൻ തിരിച്ച് ചേട്ടനെ ഏൽപ്പിച്ചെങ്കിലും ചെയ്ത പാപം എന്നെ വിട്ട് പോയിട്ടില്ലായിരുന്നു ചേട്ടാ. അതിപ്പോ എന്റെ ആയുസിനെയാണ് കയറി പിടിച്ചിരിക്കുന്നത്. ശാപവും പാപവും ഒക്കെ അവിടെ നിക്കട്ടെ. അതിനു മുമ്പേ നീ എന്തോന്നാ പറഞ്ഞേ? വെട്ടിപ്പിടിച്ചല്ല നീ എനിക്ക് തിരിച്ചു തന്നാ? ആര് തന്ന്? എന്റെ മരുമോള് ശാലയുടെ ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാ നീ കള്ളത്തരത്ത് സ്വന്തമാക്കി എന്റെ മുതൽ മുഴുവൻ തിരിച്ചു കിട്ടിയതേ. എടാ, ഇനി നീ പറയുന്നത് വിശ്വസിക്കാൻ എന്നെ കൊണ്ടാവത്തില്ല. അതുകൊണ്ടേ നിനക്ക് പോവാം. ഇപ്പൊ എന്റെ കൺമുമ്പിൽ വന്നു. ഇനി വന്നോ ചിലപ്പോ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നീ പോവാൻ നോക്കൂ ഉപേന്ദ്ര. ഈ വീടിന്റെ മുറ്റത്ത് നീ കാലുകുത്തിയാലേ കുടുംബ പരദേവതകളെ കോപിക്കും. അത്രയ്ക്ക് നികൃഷ്ടനാ നീ. ഏട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ ഏട്ടന്റെ കാല് പിടിച്ച് എനിക്ക് ഏട്ടനോട് മാപ്പ് ചോദിക്കണം. ചെയ്ത തെറ്റിനെല്ലാം ഏട്ടൻ എനിക്ക് മാപ്പ് തരികയും വേണം. ഇല്ലെങ്കിൽ എന്റെ മരണശേഷം എന്റെ ആത്മാവിന് പോലും ഗതി കിട്ടില്ല. ഏട്ടാ, ഏട്ടനോട് ക്ഷമിച്ചെന്ന് പറ. അത് പറയാതെ ഞാൻ പോവില്ല. അല്ലാതെ ഞാൻ പോവില്ല ഏട്ടാ. ഒരടി അത് നിനക്കിട്ട് തരണോന്ന് കരുതിയിട്ട് കുറച്ചു നാളായി. അത് ഞാൻ ഇപ്പൊ തരിക. ഏട്ടാ, ക്ഷമിച്ചെന്ന് പറയട്ടാ. എന്നെ എന്റെ കുടുംബത്തെ തെരുവിലേക്ക് ഇറക്കി നിനക്കേ ഞാൻ മാപ്പ് തരണല്ലേടാ. അയ്യോ, എന്റെ ജീവിതം തീർത്ത് എന്നെ കുടുംബത്തെ കടക്കടിയിലാക്കിയിട്ട് എന്നോട് ക്ഷമിക്കണല്ലേടാ. സത്യമേ, 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 എന്താ? രാഘവൻ സാറിന്റെ അനിയൻ വന്നിട്ടുണ്ട്. ഉപേന്ദ്രനോ? അതെ, രാഘവൻ സാറുമായിട്ട് വഴക്ക. അയ്യോ, നോക്കട്ടെ. കാണിക്കുന്നേ ഇവനെ ഈ നാശം പിടിച്ചോനെ ഇവൻ വീണ്ടും നമ്മുടെ വീട്ടുമുറ്റത്ത് കാലുകുത്തിയിരിക്കുക.
കൊല്ലൂല രാഘവേട്ടാ, വേണ്ട. രാഘവേട്ടാ, ഏട്ടത്തിയമ്മേ മാപ്പ് മാപ്പ്. നിന്റെ ഒരു മാപ്പ് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ചത്താലും വേണ്ടില്ല. നീ ചെയ്ത ദ്രോഹത്തിന് മാപ്പില്ലടാ. രാഘവേട്ടാ, വേണ്ട. രാഘവേട്ടാ, രാഘവേട്ടാ, ശ്ശോ, രാഘവേട്ടാ, വേണ്ട. ഇങ്ങ് വന്നേ. ഇനി എന്നെ തല്ലല്ലേ ചേട്ടാ, ഞാൻ ചത്തു. രാഘവേട്ടാ, ഇനി അവനെ അടിക്കണ്ട. ഇനി അവനെ അടിച്ചാലേ ഇവനെ വല്ലതും പറ്റിപ്പോവും. ഇവനെ ചാവാൻ പാടില്ല. ഇവൻ നരകിച്ച് തന്നെ മരിക്കണം. ദാ, തല്ലുകൊണ്ട് ഇവിടെ കിടന്ന് ചാവണ്ടെങ്കിൽ എഴുന്നേറ്റ് പൊയ്ക്കോടാ. ഒരു സ്നേഹം പുതുക്കാൻ വന്നേക്കുന്നു. ഞാൻ പോവില്ല. എനിക്ക് ഏട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ടടാ. നീ വാ തുറന്നാലേ നുണേ പറയത്തുള്ളൂ. ഇനി നിന്റെ ചതിക്കുഴി വീഴാനേ ഞാനില്ല. ഇറങ്ങി പോടാ. രാഘവേട്ടാ, പോകാം. ഒരു സങ്കടവും കൊണ്ടാണ് ഞാൻ പോകുന്നത്. മരിക്കുന്നതിന് മുമ്പ് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാം ക്ഷമിച്ചടാ എന്നൊരു വാക്ക്. അത് ഏട്ടന്റെ മുഖത്ത് നിന്നും നേരിട്ട് കേൾക്കണമെന്ന് തോന്നി. അതിനു വേണ്ടിയാ ഞാൻ വന്നത്. ഇനിയിപ്പോ വേണ്ട, ആ ഒരു പാപഭാരവുമായി ഞാൻ മരണത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി ചെന്നോളാം. സത്യമാണ് ഏട്ടാ ഞാൻ ഈ പറയുന്നത്. ഇനി എനിക്ക് അധിക കാലം ഇല്ലെന്നാണ് ഡോക്ടർമാര് പറയുന്നത്. ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ സർവേശ്വരൻ തന്നത് ക്യാൻസറിന്റെ രൂപത്തിലാണ്. എന്തായാലും ഏട്ടന്റെ കയ്യിൽ നിന്ന് എനിക്ക് ആവശ്യത്തിന് കിട്ടിയല്ലോ. ഈ തല്ല് കുഞ്ഞുനാളിലെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നെ നന്നായി പോയേനെ. ഇതിപ്പോ ജീവിതവും ജീവനും കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. എല്ലാം എന്റെ തെറ്റ്. മരിക്കുന്നതിന് മുമ്പ്, രോഗിയായി വീഴുന്നതിന് മുമ്പ് എന്റെ ഏട്ടനെയും ഏട്ടത്തെയും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അത് സാധിച്ചല്ലോ. അത് മതി, അത് മാത്രം മതി. മാപ്പ്, എല്ലാത്തിനും മാപ്പ്, മാപ്പ്. രാഘവേട്ടാ, പുതിയ ചതിയായിട്ട് ഇറങ്ങിയിരിക്കുക. വിശ്വസിച്ച് കളയല്ലേ. ഒരനുഭവം ഓർമ്മയുണ്ടല്ലോ.